ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. ഞാൻ ആ കുടിച്ചവനെ അടിച്ച് വായിച്ചു. ഇവന് കുടിക്കുകയാണ് സർ. ഇവനും ശരി ഓക്കെ. അങ്ങനെ ഹീറോയുടെ വന്ന് പറയാൻ തുടങ്ങി. ശരി ഓക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അയാൾ സംസാരിക്കാൻ തുടങ്ങി. ശരി മാ ഞാൻ ഓക്കെ ഓക്കെ ഫുഡിൻ്റെ ഏതല്ല ഡിഷ് നല്ല സൂപ്പർ അങ്ങനെയായിട്ട് ഫുഡ് നിറയെ ഫുഡ് ചെയ്യാനും പറഞ്ഞ് പ്ലാൻ ചെയ്യാൻ തുടങ്ങി ഹീറോയി. ശരി ഓക്കെ ബേബി വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ഒരാളെ ബേബി കൊണ്ടിരുന്നു. ശരി ഓക്കെ അങ്ങനെയായിട്ട് ഹീറോയിൻ ഐഡിയ പറഞ്ഞു തുടങ്ങി. വാവ് സൂപ്പറായിട്ടുണ്ട് ഐഡിയ. ഓക്കെ ഓക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഹീറോയി പറഞ്ഞ മതി പ്ലാൻ ചെയ്ത മതി പറഞ്ഞു കൊടുത്തു. ശരി ഓക്കെ എന്ന് ഹീറോയി അവിടുന്ന് ചേട്ടൻ വന്നു. അർജുൻ പറയാൻ തുടങ്ങി മാമ ഞാൻ കൊണ്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും ഡ്രോപ്പ് ചെയ്തു. പിന്നെ നൈറ്റായി രാത്രിയായി ഉറങ്ങുന്നായിരുന്നു ഹീറോയി. രാത്രിയാണ് ഫ്ലൈറ്റ് വരുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് എന്നാ അറിയില്ലായിരുന്നു. ഹീറോയി നല്ല ഒല്ലി വഹിച്ച് കിടന്ന് ഉറങ്ങായിരുന്നു. അർജുൻ ഇങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് അല്ല സ്റ്റൈലായിട്ട് താഴെ ഇറങ്ങി പോകുന്നത്. എന്താടാ അർജുൻ? അമ്മ ഞാൻ പോയിട്ട് വരാം. അമ്മ ഞാൻ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അമ്മ. എല്ലാം റെഡിടാ അർജുൻ. നീ പറഞ്ഞ മതി റെഡി തന്നെടാ. ശരി അമ്മ ഞാൻ പറഞ്ഞത് കൊണ്ട് വേറെ എവിടെ സെറ്റാണമ്മ. അതുകൊണ്ട് ബേബി ഉണ്ടല്ലേ. ശരി ടെൻഷൻ ആക്കണ്ടാടാ പോയിട്ട് വാ. അങ്ങനെയായിട്ട് പറഞ്ഞു. അങ്ങനെ അർജുൻ പറഞ്ഞ മതി എങ്ങനെ അർജുൻ അവിടെ നിന്ന് പോയി. അതുകൊണ്ട് നീ എന്നിടെ ഇങ്ങനെ പറഞ്ഞത് എന്താ പറഞ്ഞൊക്കെ ഇവിടെ ഗേളുണ്ട് പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലേ. അത് സാറില്ല ആ കുട്ടീനെ കുറച്ച് നാൾ ഞാൻ നോക്കിയാൽ ഞാൻ ഹീറോയിൻ മമ്മി പറയാം ഞാൻ നോക്കിക്കോളാം കുട്ടീനെ എന്ന് പറഞ്ഞു ഹീറോയിൻ്റെ മമ്മി. ശരി ഓക്കെ എന്ന് ഹീറോയിൻ്റെ ഡാഡി ഓക്കെ പറഞ്ഞു. അങ്ങനെയായിട്ട് നൈറ്റായി രാത്രിയായി. അപ്പോൾ ഹോട്ടലിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഹോട്ടലിൽ വന്നു. ജങ്കുക്ക് ഹോട്ടൽ ഇപ്പോൾ വന്നു. കൊറിയൻ ഇന്ത്യയൊക്കെ വന്നു. ജങ്കുക്ക് റൂമെല്ലാം കാട്ടി കൊടുത്തു. ഓക്കെ സാർ നിങ്ങൾ എവിടെ ഇരുന്നോ ഞങ്ങൾ രാവിലെ നോക്കിക്കോളാം എന്നും പറഞ്ഞു. അങ്ങനെ രാത്രി എല്ലാവരും ടയർഡായിരുന്നു. അങ്ങനെ അവർ കിടന്നു ഉറങ്ങി. അങ്ങനെ രാവിലായി അങ്ങനെ ഹീറോയ്ക്ക് രാവിലെ എണിച്ച് നോക്കുമ്പോൾ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് കൺഫ്യൂസ്. എന്താ ഇത് സൗണ്ട് കേൾക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നു. ചിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. എന്ത് ഈ പോലെന്ത് കുട്ടികളൊക്കെ ചിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഹീറോയി കുളിച്ച് ഫ്രഷായിട്ട് റെഡിയായി താഴെ ഇറങ്ങി വന്നു. ഹീറോയി ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഷാക്ക്. ഒരു ബേബിനെ വെച്ച് ചിക്കിളി കച്ച് ചക്കര മുത്തേത് കൊഞ്ചുകൊണ്ട് ഈ മമ്മിക്ക് ഇതുള്ള സുടിച്ച് ഇത് എവിടുന്ന കുട്ടി. ചേട്ടാ അയ്യോ ഇവളെച്ചോ ചേട്ടാ ഇത് എവിടുന്ന ചേട്ടാ ബേബി? അതൊന്നുമില്ലമ്മ ബേബീനെ ഞാൻ കൊണ്ടുവന്നതാ. എന്ത് ഡാഡി ചേട്ടാ വേറെ ഒന്നും റോസിനോട് പറയണം. വേറെ ഒന്നും ചെയ്താൽ ഇല്ല ഇത് ബോസിൻ്റെ ബേബിയാ. ഹീറോ എടുത്ത് വന്ന് നോക്കും. ബേബിനെ കണ്ട് ഷോക്കായി. ഇത് എന്ത് പറ്റി? ഇത് ജങ്കുക്ക് സാറിൻ്റെ ബേബി എന്ന് ഷോക്കായിട്ട് ഹീറോയി. അപ്പോൾ വരുന്നത് കേപ്പ് പാടെന്ന് പറഞ്ഞ ബിടിഎസാ? അതെ ബിടിഎസാണ്. ഇത് റോസി. അയ്യോ റോസി എന്ന് ഒച്ച വെച്ച് റോസി ഓടി വന്നു. എന്ത് മച്ചി എന്ത് പറ്റിടി? ഒച്ച ഉണ്ടാക്കി റോസി തെറിച്ചോടി വന്നു. അരക്കുറല് റോസി ഉണ്ടായിരുന്നു. അതെ റോസിൻ്റെ വീട് അടുത്ത് തന്നെ. സ്റ്റെപ്പ് 2 ഒച്ച ഉണ്ടാക്കി. അങ്ങനെ റോസി ഓടി വന്നു. മച്ചി മീത്ത എന്തും അരക്കുറകളുടെ റോസി കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വന്നായിരുന്നു. അതേലോ ടട്ട കൊടുത്തായിരുന്നു റോസി. ബെലോഷ് ഡ്രസ്സും എടുത്തിട്ട് വന്നു. എന്നിട്ട് ഒച്ച ഉണ്ടാക്കുന്നത് മാറിയാതെ വീട്ടിലേക്ക് വാ റോസി. അടിപ്പാവി ഇവളൊരു കാര്യം എന്ത് പറ്റി റോസി? ഒന്നുമില്ല അമ്മ എൻ്റെ ഫ്രണ്ടിക്ക് ഒന്ന് മെൻ്റൽ ഊസ് പിടിച്ചായിരുന്നു. ഞാൻ കുളിച്ചിട്ട് പുഷായിട്ട് പോവാ. റോസി വേഗം കുളിച്ചിട്ട് ഡ്രസ്സായിട്ട് പാതി വരെ റോസി കുളിച്ചതായിരുന്നു. ഫുൾ കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സ് ഏത് കിട്ടുന്നത് ഏതോ ഒന്ന് കിട്ടിയ ശരി ഇത് കിട്ടിയാൽ മതി ഓടാ. റോസി ഫുഡ് നീ കഴിച്ചോ? ഇവളൊരു കാര്യം ഇവൾ മറിയാതില്ലെന്ന് ഇരിക്കാൻ എടുക്കാൻ വിടില്ല കുളിക്കാൻ വിടില്ല. ഇവളൊരു കാര്യം ഇവൾക്ക് എന്ത് പറ്റി? റോസി വീട്ടിൽ കൊടി വന്നു. ആൻറ്റി എവിടെയാ? അവളെ മുകളിലുണ്ട്. റോസി തുറന്നു. എന്തടി പച്ച ഉണ്ടാക്കിയ റോസി? എന്തടി നിന്റെ വീടല്ല നീ ബേബി നോക്കിയോ? ബേബിയാ? എന്താ ജങ്കുക്ക് ബേബി എങ്ങനെയുണ്ട്? കേട്ടിട്ടുണ്ടല്ലേ? കണ്ണ് തിരുമ്പി നോക്കി. ജങ്കുക്ക് ബേബി എപ്പടി നീ പറ്റ? ലൂസ് ഞാനൊക്കെ എങ്ങനെയാണ് കുട്ടിയത്? നിനക്ക് എങ്ങനെ ജങ്കുക്ക് ബേബി? അത് നടന്ന കാര്യം വിഷമൊക്കെ പറഞ്ഞു. അടിപ്പാവി അപ്പൊ വരുന്നത് ജങ്കുക്കാ? ജങ്കുക്ക് ബേബി സ്മൈൽ ചെയ്തായിരുന്നു. ജങ്കുക്ക് ബേബി റോസി വന്നു. ഹായ് ക്യൂട്ടരുണ്ട് വാ. വരുന്നില്ല അത് നല്ലട്ടോ തുറക്കി. അപ്പോൾ അങ്ങനെ ഹാക്ക് ചെയ്തു. ഇവളത് എടി
റോസി നീ മിണ്ടാതിരി ഞാൻ പറഞ്ഞു ബേബിനോട് കൊഞ്ചത് റോസി ഇവളൊക്കെ എന്താ ലൂസ് പിടിച്ച് അർജുൻ വന്നു അർജുൻ നോക്കി ഷോക്കായി എന്താ ഇവിടെ നോക്ക് റോസി ടെൻഷൻ എവിടെ നിന്നൊരാ ബേബി വന്ന ജങ്കുക്കിൻ്റെ ബേബിയാണ് ജങ്കു സാരുടെ അവിടെ ഇവിടെ ഉണ്ട് ബേബി എന്താ ഇവിടെ ഇല്ല മമ്മി ബേബി നോക്കിക്കോളാൻ പറഞ്ഞായിരുന്നു ബേബിനെ നോക്കുന്നു വേണ്ട ഒരാൾ അതുകൊണ്ട് ഹീറോയിൻ എൻ്റെ മമ്മി നോക്കിക്കോളാൻ പറഞ്ഞായിരുന്നു ശരി ഓക്കെ ഹീറോയിൻ അവൻ അർജുൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം ബേബിനെ നോക്കിക്കോ എന്ന് ഇതാ ഇത് ബേബിൻ്റെ ഫുഡ് അങ്ങനെ മമ്മിക്ക് അറിഞ്ഞു മമ്മി ഒരു പ്രൊഫസറായിരുന്നു കോളേജ് പ്രൊഫസറായിരുന്നു അമ്മ നിനക്ക് കോളേജില്ലേ എന്ത് എനിക്ക് കോളേജ് ആരുതാ അമ്മേൻ്റെ കോളേജാന്ന് അപ്പോൾ ഞാൻ പോയില്ല എന്ത് പ്രശ്നമുണ്ട് ഇല്ല പോയില്ല പ്രശ്നമില്ല പോയില്ല പ്രശ്നമില്ല ഇപ്പോൾ കോളേജിൽ എനിക്കിപ്പോൾ വയ്യ അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ ലീവ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ടീച്ചറെ ഞാൻ ചേഞ്ച് ചെയ്തു ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കോളേജ് ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞ് അതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കാൻ പോവാം എനിക്ക് വീട്ടിലിരുന്ന് ബോറാ അതുകൊണ്ട് ബേബിന് കൊണ്ടുകൊണ്ടിരിക്കുക 1 മന്ത് ലീവ് എടുത്തു എൻ്റെ പകരം അവൾ എടുക്കുക ആരെടുക്കുക റോസിൻ്റെ അമ്മ എടുക്കുക കോളേജ് എന്ത് എൻ്റെ അമ്മേ അതെ എൻ്റെ അമ്മ എടുക്കുക അമ്മയ്ക്ക് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മ റോസിക്ക് ഷോക്ക് എന്ത് എൻ്റെ അമ്മയാണോ അതെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മേൻ്റെ അടുത്ത് ചോദിച്ചത് അതുകൊണ്ടാണ് അങ്ങനെയായിട്ട് ഇന്ന് ഫസ്റ്റ് ഇയർ കോളേജാണല്ലേ അതുകൊണ്ട് മോശമില്ല അമ്മ നീയാണോ കോളേജ് എടുക്കാൻ പോകുന്നത് അടേ റോസി ഞാൻ തന്നെയാണ് നിനക്ക് കോളേജ് എടുക്കുക ടീച്ചറായിട്ട് അമ്മ അടിപ്പാവി ഞാൻ എപ്പോൾ ചോദിക്കാം രസം പരീക്ഷ എനിക്ക് എപ്പോൾ മാർക്ക് കിട്ടിയ നീ എന്നോട് പറയില്ല അല്ലേ ഇന്ന് റോസിന് അമ്മക്കാത് വിറ്റ് തീരുമ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കാം നീ എങ്ങനെ മാർക്ക് എടുക്കുന്നില്ലേ എനിക്ക് അറിഞ്ഞേ പറ്റുമോ അതൊക്കെ ഞാൻ ടീച്ചറായിട്ട് വന്നത് റോസിക്ക് ഭയങ്കര വീടാൻ തുടങ്ങി അമ്മക്ക് മുമ്പ് റോസിക്ക് നല്ല അടി വെച്ചായിരുന്നു റോസിൻ്റെ അമ്മ അതുകൊണ്ട് റോസിക്ക് പേടിയാവാൻ തുടങ്ങി അയ്യോ ഞാൻ കട്ടെടുക്കാൻ നെച്ചു പോയി കട്ടെടുക്കാൻ ഈ അമ്മ വിടില്ലല്ലോ അമ്മേൻ്റെ തോലിരിക്കുമല്ലോ റോസിക്ക് ഭയങ്കര പേടി വരാൻ തുടങ്ങി വേറെ വയ്യില്ല അമ്മേൻ്റെ ടോർച്ചറിന് സരിക്കാനില്ല റോസിക്ക് ഭയങ്കര പേടിയായിരുന്നു അമ്മ ഭയങ്കര ചൂട്ടുകാരിയാണ് എന്ത് ചെയ്യാ പിന്നെ റോസി ഭയങ്കര പേടി ശരി അങ്ങനെ റോസിൻ്റെ അമ്മ എവിടുന്ന്